ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വർഷ ശ്രീകാന്തിന്റെ അടുത്ത് സ്വത്തുക്കൾ ചോദിക്കാനായിട്ട് നൈസായിട്ട് ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുക്കാണ്. ഇതിപ്പോ ദർശനെയാണ് വേദ കല്യാണം കഴിച്ചതെങ്കിൽ നമുക്കിതൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോ അച്ഛന്റെ കാലം കഴിഞ്ഞാലേ മുത്തശ്ശിയും അമ്മയും അതെന്തായാലും അവന് കൊടുക്കും. പിന്നെ ശ്രീയേട്ടൻ നോക്കി നടത്തിയതൊക്കെ ആ ഗുണ്ടയായിരിക്കും ഭരിക്കുക. അത് നമ്മൾ കാണണോ? ശ്രീകാന്തിന് ഇതൊക്കെ ചിലത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ചോദിക്കാം, സമയം വരട്ടെ. നീ ഇതിവിടെ ആരോടും പറയണ്ട. അങ്ങനൊരു മണ്ടത്തരം ഞാൻ കാണിക്കോ? പിന്നെ ഞാൻ അച്ഛനെ കൊന്നൂന്നായിരിക്കും പറയാ. ശരി, നീ ചെല്ലേ. അങ്ങനെ വർഷ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ ശ്രീകാന്തിനെ നോക്കി ചിരിക്കുന്നുണ്ട്. എല്ലാം ഉള്ളിൽ ഒതുപ്പിച്ചുകൊണ്ട് വർഷ അവിടുന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ അകത്ത് കാലൊഴിഞ്ഞോണ്ടിരിക്കുക. നന്ദിനി വരുന്നുണ്ട്. ആഹാ, നന്ദിനി എടുത്തിയോ? വരണം, ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. എന്നെയോ? എന്തിനെ? നമ്മുടെ കാര്യത്തിൽ സന്തോഷമുള്ള കാര്യം വരുമ്പോ നമ്മൾ ചിലരെ ആലോചിക്കില്ലേ? ചില സമയത്ത് മിത്രങ്ങൾ മാത്രമല്ല ശത്രുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. മനസ്സിലായോ? അല്ല, എന്താ ചൂലൊക്കെ ആയിട്ട്? അതോ, ഈ റൂം അടിച്ചു തരണമെന്ന് നീ കുപ്പിയിലാക്കി വെച്ച അമ്മയ്ക്ക് നിർബന്ധം. അല്ല, നിനക്ക് ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? ഈ റൂം മാത്രല്ല, വീട് മൊത്തം വൃത്തിയാക്കാൻ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, കാലൊളുക്കി പോയില്ലേ? സ്ട്രെയിനാ. അപ്പൊ നന്ദിനി അറിയോ, ഈ സ്ട്രെയിനൊക്കെ കാലൊളുക്കിയതും ഞങ്ങളെ കണ്ടപ്പോൾ നിന്റെ അടവന്ന് എനിക്ക് മനസ്സിലായി. വേദരഹോ, ഈ നന്ദിനി എടുത്തൊരു സംഭവം ആട്ടോ. എന്തൊരു വൃത്തികേടായി കിടക്കണേ. ഇവിടെ അടിയും തൊടയൊന്നും ഇല്ലേ? വേദ പറയും, എന്ത് ചെയ്യാനാ, ഇന്നലെ ഒന്നായിട്ട് അതിന്റെ അകത്ത് കുടുങ്ങി കിടക്കല്ലായിരുന്നോ? അപ്പൊ പിന്നെ ഇവിടേക്ക് എങ്ങനെ വരാനാ എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുമ്പോ നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അധികം ചിരിക്കണ്ട. ഇങ്ങനെ ചിരിച്ചതുകൊണ്ടാ കാലൊളുക്കി ഇവിടെ ഇരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് സുഖായിലെ നന്ദിനിയെടുത്തി എങ്ങോട്ടെങ്കിലും പോണെങ്കിലേ എന്റെ ഭർത്താവ് എന്നെ കോരി എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കട്ടില് കൊണ്ടുവന്ന് കിടത്തും. പിന്നെ സമയാസമയം ഭക്ഷണം മുന്നിലെത്തും. നന്ദിനിയെടുത്തി വന്ന് ഇവിടെ വൃത്തിയാക്കും. കട്ടിലിന് ഇറങ്ങാൻ വേണ്ട, കൈ നനയ്ക്കാൻ വേണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാനിപ്പോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കണേ. ഇങ്ങനെ കിടന്നുകൊണ്ട് ഓരോന്ന് ആലോചിക്കാൻ എന്താ രസം എന്നറിയോ നന്ദിനിയെടുത്തി? അങ്ങനെ വേദ നന്ദിനെ ചൂടാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയണേ. ഇന്നലെ ഞങ്ങൾ ഒളിച്ചു കളിക്കായിരുന്നു. ആദ്യം ഞാൻ എണ്ണും, വിക്രം ഒളിക്കും. പിന്നെ വിക്രം എണ്ണും, ഞാൻ ഒളിക്കും. എന്ത് രസമായിരുന്നു നന്ദിനി പറയും. എനിക്കിതൊന്നും കേൾക്കണ്ട. അപ്പൊ വേദ പറയും, ഹോ എന്നാ പിന്നെ ഞാൻ മറ്റേത് പറയട്ടെ. എന്ത് മറ്റേതേ? നന്ദിനിക്ക് ആകെ ടെൻഷനാകും. ഞാനും വിക്രമും കൂടെ പാചകം ചെയ്തത്. ഹോ അതായിരുന്നോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ നിൽക്കുമ്പോ വേദ പറയും, ആദ്യം വിക്രം ഉപ്പുമാവ് ഉണ്ടാക്കി, പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. നന്ദിനി പറയും, നിങ്ങൾ ഉണ്ടാക്കി തന്നതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? എന്നാ പിന്നെ അയ്യോ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നിന്റെ റൂം വൃത്തിയാക്കാനും എനിക്ക് പറ്റില്ല. നിന്റെ റൂമിന് ഇത്ര വൃത്തി മതി എന്ന് പറഞ്ഞ് പോകുമ്പോ, അയ്യോ അങ്ങനെ പോവല്ലേ. നന്ദിനി പറയും, പോടി. അങ്ങനെ അതും പറഞ്ഞോണ്ട് നന്ദിനി അടുത്ത് പോകുമ്പോ വേദ ഇങ്ങനെ ചിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് വിളിക്കുകയാണ് സുധ. അങ്ങനെ കഴിക്കാനായി വന്നിരിക്കുമ്പോ തന്നെ കോളിംഗ് ബെൽ അടിക്കണേ. പോകാൻ തുടങ്ങുമ്പോ സുധ പറയും, ഞാൻ നോക്കാന്ന്. അങ്ങനെ വിൻഡോ കർട്ടൻ നോക്കുന്ന സമയത്ത് വിക്രമായിരിക്കും. ദാ വിക്രം എന്ന് പറഞ്ഞ് ഭയങ്കര സ്വീകരണം. വിളിക്ക് എന്നിങ്ങനെ ശ്രീനിസാറും പറയും. അങ്ങനെ വിക്രമിനകത്തേക്ക് വാതിലൊക്കെ തുറന്നു കൊടുക്കണേ. വിക്രം അകത്തേക്ക് വരുമ്പോ, ഭക്ഷണം കഴിക്കണോ? എന്നാ പിന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, വിക്രം ഇരിക്കി കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ വേണ്ടാന്ന് വിക്രം പറയുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും നിർബന്ധിച്ചിരുത്തണേ. അങ്ങനെ വിക്രത്തിനും ഭക്ഷണം കൊടുക്കും. ശേഷം പിന്നീട് ആ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അത് പിന്നെ ഞാൻ വരാണ്ടിരുന്നത് വിക്രം പറയും, സാർ അങ്ങോട്ട് വരരുതെന്ന് തന്നെയായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. മറ്റു കേസുകളെ പോലെ അല്ല, ആരെങ്കിലും പെടുത്തിയതാണെങ്കിൽ പോലും അതൊരു പെണ്ണ് കേസല്ലായിരുന്നോ? അങ്ങനെ ഒരു കേസായതുകൊണ്ട് ആ പാർട്ടിക്ക് എനിക്ക് മനസ്സിലായി സാർ. അപ്പൊ സാറ് പറയും, നിന്റെ നല്ല മനസ്സാണ് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേനെ. പിന്നെ നീ ഒരു പാർട്ടിയുടെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആളും കൂടിയല്ലേ, അത് പറയാനും കൂടിയാ സാർ ഞാൻ വന്നത്. എനിക്കൊരു കാലത്തും ഇങ്ങനെ പാർട്ടിക്കാരനൊന്നും ആവാൻ താല്പര്യമില്ല. എനിക്ക് അത് ചേരില്ല. അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. വിക്രം പറയും, എന്നെ സംബന്ധിച്ച് സാറ് തന്നെയാണ് പാർട്ടി. ഞാൻ സാറിന്റെ കൂടെ എന്താവശ്യത്തിനും ഉണ്ടാകും. എനിക്ക് അത് മതി. ഇത് കേൾക്കുമ്പോ സുധയ്ക്ക് സന്തോഷാവും. അത് തന്നെയാണല്ലോ വേണ്ടത്. അല്ല, സാറെന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞത്? എനിക്കെന്തോ കാണണം തോന്നി, അതാ അന്വേഷിച്ചത്. അപ്പൊ സുധ കേറിട്ട് പറയും, അതില് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിക്രത്തിന് അറിയാം അല്ലെ വിക്രം? വിക്രം ഇങ്ങനെ സുധയെ നോക്കി ചിരിച്ചിട്ട് പറയും, എന്താ സാർ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ല വിക്രം. അപ്പൊ സുധ പറയും, ഉണ്ട് വിക്രം, നീ പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് കരുതി പറയാതിരിക്കുന്നതാണ്. വിക്രം ചോദിക്കും, സാർ പറയണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? സുധ പറയും, ഞാൻ പറയാം. അത് സുധ വേണ്ട, ചേച്ചി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്കറിയാലോ വിക്രം, നമ്മുടെ കുറച്ച് പൈസ മാർക്കറ്റിലെ പിരിവിന് നടക്കുന്നുണ്ടെന്ന്. വിക്രം പറയും, അതെല്ലാം കൃത്യമായിട്ട് പിരിക്കാൻ ആളും ഉണ്ടല്ലോ. അത് പക്ഷേ അതൊന്നും കഴിയുന്നില്ല വിക്രം, നീ കൃത്യമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ. വിക്രം പറയും, അത് ചോദിക്കാനുണ്ടോ, ഞാൻ ഇറങ്ങിക്കോളാം. അപ്പൊ ശ്രീനി സാർ പറയും, അതല്ല, നീ പാർട്ടിയുടെ യുവജന. ഇത് കേൾക്കുമ്പോ തന്നെ സുധ പറയും, അതിലൊന്നും താല്പര്യമില്ലെന്ന് അവൻ പറഞ്ഞില്ലേ? സാർ പറയും, അങ്ങനെയല്ലല്ലോ, ഇവനെന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? എനിക്ക് ഇങ്ങനെ മതി സാർ.
ആദ്യം സാറിന്റെ കാര്യം, അതിനാ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ശ്രുതിക്ക് ഭയങ്കര സ്നേഹം. ഇനിയിപ്പോ ചോറിന്റെ മുന്നിൽ ഇങ്ങനെ എച്ചിലാക്കിയിരിക്കാണ്ടേ, കഴിക്കാൻ നോക്ക്. അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. വിക്രം തിരികെ എത്തുന്നത്. അങ്ങനെ അകത്ത് പോകാൻ തുടങ്ങുമ്പോ അമ്മ വന്നിട്ട് പറയും, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വന്നത് നന്നായി, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. വേണ്ടമ്മേ, ഞാനും സജീവൊക്കെ പുറത്തുനിന്ന് ഇപ്പൊ കഴിച്ചു വന്നതേ ഉള്ളൂ. ശരി, നീ വന്നേ. എന്താ അമ്മേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോ വിക്രം വന്നിട്ട് എന്താന്ന് നോക്കും. അമ്മ പറയും, അവളുടെ കാലിന് നല്ല വേദന ഉണ്ടടാ. അതിന് ഞാനെന്ത് വേണം? അമ്മ പറയും, നീ കാരണല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ഞാനൊരു തൈലിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. രാത്രി കിടക്കുന്നതിന്റെ മുന്നേ നീ ഒന്ന് തടവി കൊടുക്കണം. ഞാനോ? അമ്മ പറയും, പിന്നെ അല്ലാതെ നീയല്ലേ അവളെ വീഴ്ത്തിയത്. വിക്രം പറയും, അവളുടെ കാലിനേ കുഴപ്പമുള്ളൂ, കൈക്ക് ഒരു കുഴപ്പമില്ല. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയില്, വട്ടാക്കുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നോണ്ടാണേ. ഡാ, ഞാൻ പറയട്ടെ, അമ്മ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞോണ്ട് വിക്രം അവിടുന്ന് പോവാണ്. ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ അകത്തേക്ക് പോകും. വിക്രം അകത്ത് വന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോ വേദന നല്ല ഉറക്കത്തിലാണ്. ശല്യപ്പെടുത്തുന്നില്ല. ആ പായെടുത്ത് താഴെ ഇട്ട് അത് കിടക്കാൻ നേരത്ത് വേദ ഇങ്ങനെ നോക്കും. നല്ല ഉറക്കം. ആളുടെ കാലിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. വേദന ഉണ്ടെന്ന് വിക്രത്തിന് മനസ്സിലാവും. കാരണം വേദയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിലാണെങ്കിലും വേദന ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷനിലാണ്. ശേഷം വിക്രം അവിടെ കിടക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷെന്തോ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മ വെള്ളമായിട്ട് വരും. വിക്രം വന്നല്ലേ? വന്നു. നീ അവനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. വേദയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് കേൾക്കുമ്പോ തന്നെ അമ്മ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. വേദന കുറവില്ലെങ്കിൽ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം. മാഷ് തന്നെയാണോ ഈ പറയുന്നത്? കമലയുടെ ചോദ്യം കേൾക്കുമ്പോ മാഷ് പറയും, നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്. മാഷ് പേടിക്കണ്ട, അവൾക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മുറിവെണ്ണ പുരട്ടി 2-3 ദിവസം തടവിയാൽ മതി. എന്നാ പിന്നെ അത് താൻ തന്നെ ചെയ്യണം. അവനേൽപ്പിച്ച ആ കുട്ടിയുടെ കാല് ചിലപ്പോ അവൻ തിരുമ്മി ഒടിക്കും. അത് കേൾക്കുമ്പോ അമ്മ ചിരിക്കും. അങ്ങനെ അച്ഛൻ പറയും, മുമ്പ് ഞാൻ കാലൊടിഞ്ഞു കിടന്നപ്പോ വാങ്ങിച്ച വാക്കർ എവിടെയെങ്കിലും ഉണ്ടാകും, അത് ആ കുട്ടിക്ക് എടുത്തു കൊടുത്തോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ആ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാലോ. ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് വേദ എഴുന്നേറ്റ് ഇങ്ങനെ കാല് കസേരയിൽ വെച്ച് പിന്നെ ആ മരുന്നെടുക്കാനായിട്ട് ഇങ്ങനെ ഏന്തി പിടിക്കാനേ. എത്തൊന്നും ഇല്ലല്ലോ. അപ്പോഴായിരിക്കും വിക്രം കുളിച്ചു വരുന്നത്. വേദാളെ എഴുന്നേറ്റോ? ഇന്നലെ മുഴുവൻ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? വേദന കൊണ്ട് കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ഗുഡ്. ജീവിതാവസാനം വരെ നിന്റെ ഗതി അങ്ങനെ ആയിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞ് ആ മരുന്നിട്ട് കൊടുക്കുമ്പോ അത് താഴേക്ക് വീഴും. പിടിക്കാനറിയില്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കാണ്. അങ്ങനെ വിക്രം തോർത്തക്കാടായിട്ട് മുടിയൊക്കെ ഒതുക്കി വെക്കണേ. അപ്പോ വേദ പറയും, വിക്രം വിരോധമില്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താ? ഈ മരുന്നൊന്ന് കാലിലാക്കി തരും. വിക്രം പറയും, വിരോധം ഉണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞാണല്ലോ. നിങ്ങളുടെ സ്വഭാവത്തിനെ നന്ദി എന്ന് പറയുന്ന വാക്ക് അടുത്തുകൂടെ പോയിട്ടില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ആയി പോയത്? ശരിക്കും വെട്ടുപോത്ത്. അല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങനെയാണോ? കേൾക്കുമ്പോ വിക്രം ചോദിക്കും, എന്ത് നന്ദികേടാ ഞാൻ നിന്നോട് കാണിച്ചത്? വേദറിതാ ഇപ്പൊ കാണിക്കുന്നതന്നെ. ഇതൊക്കെ നിന്റെ ഉടായ്പാണെന്ന് എനിക്കറിയാം, അതിനൊന്നും എന്നെ കിട്ടില്ല. വേദറയും, നിങ്ങൾ കാണിക്കുന്ന ഓരോ ഉടായ്പിനും പോലീസ് സ്റ്റേഷനിലും ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന എന്നോട് തന്നെ ഇത് പറയണം. വിക്രം പറയും, ഞാൻ മുഖേനെ തെറ്റ് ചെയ്തിട്ട് നിനക്ക് എന്നെ ഇറക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്? വിക്രം പറയും, അത് നിന്റെ അച്ഛൻ കാരണം. അപ്പൊ ദർശനം വെച്ച് ഞാൻ വാദിക്കാൻ വന്നത് അത് നിന്റെ ചേട്ടനുണ്ടാക്കിയ കള്ളക്കേസ്. അപ്പൊ രാത്രി പെണ്ണിനെ കയറി പിടിക്കാൻ പോയതോ? അതേ വിക്രം. ആ കേസ് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെ വന്നതല്ലേ? വിക്രം പറയും, അതിലിടപെടാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ വലിഞ്ഞേറി വന്നതല്ലേ? വേദ പറയും, അതിന് കാരണം നിങ്ങൾ എന്റേതാണെന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ടാ. വിക്രം പറയും, അയ്യടാ അങ്ങനെ ഇപ്പൊ തോന്നണ്ട. വേദ പറയും, ഇന്നലെ രാത്രിയുടെ ആ തോന്നലങ്ങ് വന്നു, ഇനിയിപ്പോ അതെങ്ങനെ മാറ്റും? വേദ പറയും, ഇന്നലെ രാത്രി എന്തുണ്ടായി? വേദ പറയും, ഇന്നലെ രാത്രി അല്ല, ശരിക്കും ഇന്നത്തെ 7:30 വെളുപ്പിന് ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്നെ താലി കെട്ടിയ പുരുഷൻ വെറും തറയില് ഇങ്ങനെ ചുണ്ടെന്ന് ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ടപ്പോ അപ്പൊ വിക്രം ചുണ്ടൊക്കെ തൊട്ട് ഇങ്ങനെ തുടക്കണേ. അങ്ങനെ ഇപ്പൊ തോന്നണ്ട. വേദ വീണ്ടും പറയും, തോന്നല് വന്നു. ശരി, അത് വിട്ടേക്ക്. രാത്രിയിലെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കട്ട് തിന്ന നന്ദിയെങ്കിലും കാണിച്ചൂടെ വിക്രം? എന്റെ സ്ഥാനത്ത് ആ ശ്രീകാര്യം ശ്രീനിവാസനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാളെ നിങ്ങൾ ഒക്കത്തുനിന്ന് മാറ്റുവോ? കാലിന്റെ അടിയിന്ന് മാറില്ല. ഇതേ പെണ്ണെ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ സാറിന് ഇതിലൊന്നും വലിച്ചയക്കരുത്. വേണ്ട, പറയുന്നില്ല. പക്ഷേ അയാളോട് കാണിക്കുന്ന 1000-1 എന്നോട് കാണിച്ചൂടെ? എന്താ ഇപ്പൊ വേണ്ടത്? മസാജ് ചെയ്യണം അല്ലേ? അത്രേ ഉള്ളൂ, ചെയ്തുതരാം. പക്ഷേ ഇനി നന്ദിയുടെ കാര്യമൊന്നും പറഞ്ഞു പോകരുത്. എന്ന് പറഞ്ഞു വേദ അങ്ങ് തിരിഞ്ഞിരിക്കുമ്പോ വിക്രം പറയും, എന്നാ മരുന്ന് എടുക്കേ? ശരിക്കും? അങ്ങനെ വേദ എടുത്തു കൊടുക്ക. വിക്രം അവിടെ ഇരുന്ന് ആ മരുന്ന് വാങ്ങിച്ച് വേദയുടെ കാലിലിങ്ങനെ തടവി കൊടുക്കും. വേദ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാ വിക്രം പിടിക്കുമ്പോ തന്നെ വേദനിക്കും. അയ്യോ പതുക്കെ, നിങ്ങളത് ഒടിച്ചിടുവോ? പതുക്കെ പിടിച്ചപ്പോ നീ ഇങ്ങനെ
ദേ വെട്ടുപോ ദേഷ്യം തീർക്കാൻ വേണ്ടി കാലിൽ പിടിച്ച് അമർത്തരുത്, സഹിക്കാൻ പറ്റാത്ത വേദനയാ. അപ്പൊ വിക്രം പതിയെ ഇങ്ങനെ തടവി കൊടുക്കും. വേദ അതിങ്ങനെ നോക്കിയിരിക്കണേ. ഇപ്പൊ ചെറുതായി ചിരിക്കുന്നുണ്ട്. ശേഷം പിന്നെ നെക്സ്റ്റ് പ്രൊമോയിലുള്ളത് വേദയ്ക്ക് കാലിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് നന്ദിനി അടുത്തിയുടെ മുന്നിൽ തുള്ളി കളിച്ച് കാണിച്ചു കൊടുക്കും. അത് കള്ളത്തരം പൊളിക്കാൻ നോക്കുമ്പോ വേദ വീണതുപോലെ കാണിക്കും. വിക്രം ഇങ്ങനെ തോളില് കൈയിട്ട് വേദയെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കണ നന്ദിനി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് ഈവനിങ് കാണാം. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്